ഗൾഫ് ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. UAE-യിൽ നിവാസികളുടെ ദൈനംദിന ജീവിതത്തെ ബാധിക്കുന്ന 12 പുതിയ നിയമങ്ങൾ ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. 17 വയസ്സുള്ളവർക്ക് ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കാമെന്ന പുതിയ ഗതാഗത നയം ആരംഭിക്കുന്നതിനോടൊപ്പം സ്വദേശിവൽക്കരണം 8% കടക്കും. ഇത്തിഹാദ് റെയിലിന്റെ പാസഞ്ചർ ട്രെയിൻ യാത്രയാണ് സ്വദേശികളും വിദേശികളും പ്രതീക്ഷിക്കുന്ന സുപ്രധാന പദ്ധതി. അതുപോലെ തന്നെ ഇന്നു മുതൽ ഈ വാഹന ചാർജിംഗ് ഫീസ് ഈടാക്കും. ഇതിനായി മൊബൈൽ ആപ്പും പുറത്തിറക്കി. ചാർജിംഗ് സ്റ്റേഷനുകളുടെ എണ്ണവും കൂട്ടിയിട്ടുണ്ട്. DC ചാർജറുകൾക്ക് കിലോവാട്ടിന് 1.20 ദിർഹവും AC ചാർജറുകൾക്ക് 0.70 ദിർഹവുമാണ് നിരക്ക്. ഇതിനു പുറമെ വാറ്റും നൽകണം. അതുപോലെ മാലിന്യ നിർമ്മാർജ്ജനം ഊർജിതമാക്കുന്ന ദുബൈയിൽ ഇന്നു മുതൽ ഇതിനുള്ള സേവന നിരക്ക് കൂട്ടും. താമസക്കാർക്കും വ്യവസായങ്ങൾക്കും ഇത് ബാധകമാണ്. 3 വർഷത്തിനകം ഘട്ടം ഘട്ടമായി നടപ്പിലാക്കും. ജലവൈദ്യുതി ബില്ലിനൊപ്പമാണ് ഈടാക്കുക. ഈ വർഷം ഗാലന് 1.5 ഫിൽസും അടുത്ത വർഷം 2 ഫിൽസും 2027 2.8 ഫിൽസുമാണ് ഈടാക്കുക. തിരക്കേറിയ സമയങ്ങളിൽ ദുബൈയിൽ സാലിക്കിന് 6 ദിർഹം ഈടാക്കുന്ന വേരിയബിൾ റോഡ് ടോൾ പ്രൈസിംഗ് സിസ്റ്റം ഫെബ്രുവരിയിൽ പ്രാബല്യത്തിൽ വരും. പ്രവൃത്തി ദിവസങ്ങളിൽ രാവിലെ 6 മുതൽ 10 വരെയും വൈകിട്ട് 4 മുതൽ രാത്രി 8 വരെയുമാണ് തിരക്കേറിയ സമയം. ദുബൈയിൽ പുതിയ സാലിക് ഗേറ്റുകൾ പ്രവർത്തനക്ഷമമായ യാത്രയ്ക്ക് ചെലവ് കൂടും. അറ്റകുറ്റപ്പണിക്കായി അടച്ച് ദുബൈയിലെ അൽ മക്തും പാലം ജൂഡോണെ തുറക്കുന്നത് പ്രദേശത്തെ ഗതാഗതക്കുരുക്ക് കുറക്കും. ദുബൈയിൽ പുതിയ പാർക്കിംഗ് നിരക്കുകൾ മാർച്ച് മുതൽ വർദ്ധിക്കും. സ്റ്റാൻഡേർഡ്, പ്രീമിയം, ഗ്രാൻഡ് ഇവന്റ്സ് പാർക്കിംഗ് എന്നിങ്ങനെയാണ് തരം തിരിച്ചിരിക്കുന്നത്. ഇതിൽ പ്രീമിയം പാർക്കിങ്ങിന് മണിക്കൂറിൽ 6 ദിർഹം ഈടാക്കും. മാർച്ച് 29 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതിയ ഗതാഗത നിയമത്തിൽ നിയമലംഘനങ്ങൾക്കുള്ള ശിക്ഷയും പിഴയും വർദ്ധിക്കും. ബൈക്ക്, സ്കൂട്ടർ എന്നിവയ്ക്ക് പുതിയ നിയമം ബാധകമാകും. സ്മാർട്ട് AI ക്യാമറകളിലൂടെ നിയമലംഘനം കൈയോടെ പിടികൂടും. മദ്യപിച്ച് വാഹനമോടിച്ചാൽ തടവും 1,00,000 ദിർഹം വരെയുമാണ് പിഴ. അപകടത്തിൽ ആളപായമോ നാശനഷ്ടമോ പരിക്കോ ഉണ്ടായാൽ ശിക്ഷ ഇരട്ടിയാക്കും. പൊതുഗതാഗത സേവനത്തിന് ഉപയോഗിക്കുന്ന ദുബൈ RTIയുടെ ഡിജിറ്റൽ നോൾ കാർഡ് എല്ലാ വിഭാഗങ്ങളിലേക്കും വ്യാപിപ്പിക്കും. നിലവിൽ സാംസങ്, ഹുവാവേ ഫോൺ ഉപയോക്താക്കൾക്ക് മാത്രമാണ് ലഭ്യമായത്. യാത്രയ്ക്ക് മാത്രമല്ല, സാധനം വാങ്ങാനും കാർഡ് ഉപയോഗിക്കാം. ദുബൈയിൽ സൗജന്യ വൈഫൈ സൗകര്യം കൂടുതൽ ബസ് സ്റ്റേഷനുകളിൽ ലഭ്യമാക്കും. പൊതു വൈഫൈകൾ ഉപയോഗിക്കുമ്പോൾ സുരക്ഷ ഉറപ്പാക്കേണ്ടത് സ്വന്തം ഉത്തരവാദിത്തമാണെന്ന് അധികൃതർ അറിയിച്ചിട്ടുണ്ട്. അതുപോലെ അടുത്ത വർഷം സർവീസ് ആരംഭിക്കുന്ന എയർ ടാക്സികളുടെ പരിശീലന പറക്കലുകൾക്ക് സാക്ഷ്യം വഹിക്കുന്ന വർഷം കൂടിയാണിത്. കാറിൽ 1.5 മണിക്കൂർ എടുക്കുന്ന ദുബൈ അബുദാബി യാത്ര 10 മുതൽ 20 മിനിറ്റിൽ തീരുമെന്നതാണ് എയർ ടാക്സിയുടെ പ്രത്യേകത. ചെലവേറുമെങ്കിലും പരിസ്ഥിതി സൗഹൃദ സേവനം UAE-യിൽ വൻ പ്രചാരം നേടുമെന്നാണ് കരുതുന്നത്. ഖത്തറിൽ ഇന്നു മുതൽ തെക്ക് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകും. താപനില ഗണ്യമായി കുറയുന്നതിനാൽ തണുപ്പും കൂടും. വാരാന്ത്യം വരെ കനത്ത കാറ്റ് തുടരും. ഈ കാലയളവിൽ കടലിൽ പോകുന്നവർ ജാഗ്രത പാലിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് അധികൃതർ ഓർമ്മപ്പെടുത്തി. ഇന്ന് രാവിലെ രാജ്യത്ത് കുറഞ്ഞ താപനില തുറൈനിലാണ് രേഖപ്പെടുത്തിയത് 17 ഡിഗ്രി സെൽഷ്യസ്. അൽഖരാന, ദോഹ എന്നിവിടങ്ങളിൽ 20 ഡിഗ്രി സെൽഷ്യസും രേഖപ്പെടുത്തി. ഇന്നലെ രാവിലെ അബുസംറയിൽ 14 ഡിഗ്രി സെൽഷ്യസും ദോഹയിൽ 19 ഡിഗ്രി സെൽഷ്യസുമായിരുന്നു താപനില. ഇന്ന് ചില സ്ഥലങ്ങളിൽ കനത്ത കാറ്റിനെ തുടർന്ന് പൊടിയും ഉയർന്നിട്ടുണ്ട്. താരതമ്യേന തണുപ്പ് കൂടുതലാണെന്നും അധികൃതർ വ്യക്തമാക്കി. അതേസമയം ശൈത്യകാലത്തിന്റെ 2ാം മാസത്തിലേക്കാണ് രാജ്യം പ്രവേശിക്കുന്നത്. വർഷത്തിലെ ഏറ്റവും തണുപ്പേറിയ മാസമാണിത്. കനത്ത കാറ്റിനോടൊപ്പം ജനുവരി 2ാമത്തെ ആഴ്ചയോടെ മഴ പെയ്യും. മാസം പകുതി എത്തുമ്പോഴേക്കും മൂടൽമഞ്ഞും കനക്കുമെന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ജനുവരിയിലെ പ്രതിദിന ശരാശരി താപനില 17.7 ഡിഗ്രി സെൽഷ്യസ് ആണ്. ജനുവരി മാസങ്ങളിൽ രാജ്യത്ത് ഇതുവരെ രേഖപ്പെടുത്തിയ താപനിലയിൽ ഏറ്റവും കുറഞ്ഞത് 1964-ലാണ് 3.8 ഡിഗ്രി സെൽഷ്യസ്. ഏറ്റവും കൂടുതൽ 2015-ലും രേഖപ്പെടുത്തി 32.4 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു അന്ന് രേഖപ്പെടുത്തിയത്. സൗദി അറേബ്യയിൽ സ്പോൺസർ എന്ന പദം ഉപയോഗിക്കരുതെന്നും പകരം തൊഴിലുടമ എന്ന പദം ഉപയോഗിക്കണമെന്നുള്ള നിർദ്ദേശവുമായി മന്ത്രാലയം. ഇത് സംബന്ധിച്ച് സർക്കാർ വകുപ്പുകൾക്കും സ്വകാര്യ സ്ഥാപനങ്ങൾക്കും സൗദി വാണിജ്യ മന്ത്രാലയം കർശന നിർദ്ദേശം നൽകി.
ഇക്കാര്യം അറിയിച്ച് ഫെഡറേഷൻ ഓഫ് സൗദി ചേംബേഴ്സിന് മന്ത്രാലയം കത്തയച്ചു. വേതനത്തിനു പകരം തൊഴിലാളികളെ ജോലിക്ക് വയ്ക്കുന്ന സ്ഥാപനങ്ങളെയും വ്യക്തികളെയും വിശേഷിപ്പിക്കാൻ തൊഴിൽ നിയമത്തിലെ 2-ാം വകുപ്പ് തൊഴിലുടമ എന്ന പദമാണ് ഉപയോഗിക്കുന്നതെന്നും ജോലി ചെയ്യുന്ന പുരുഷനോ സ്ത്രീയോ ആയ എല്ലാ വ്യക്തികളുമാണ് തൊഴിലാളി എന്ന പദം കൊണ്ട് നിർവചിക്കപ്പെടുന്നതെന്നും ഫെഡറേഷൻ ഓഫ് സൗദി ചേംബേഴ്സിന് അയച്ച കത്തിൽ വാണിജ്യ മന്ത്രാലയം വ്യക്തമാക്കി. ഖത്തറിൽ പ്രീമിയം പെട്രോളിന് വില കൂടും. ജനുവരി 1 മുതൽ 1 ലിറ്ററിന് 1.90 റിയാൽ എന്നത് 2 റിയാലായി ഉയരും. സൂപ്പർ ഗ്രേഡ് പെട്രോളിനും ഡീസലിനും വില വർധനവില്ല. സൂപ്പർ ഗ്രേഡിന് 2.10 റിയാലും ഡീസലിന് 2.05 റിയാലുമാണ് വില. ഖത്തറിൽ ഇന്ധനവില ഓരോ മാസവും നിശ്ചയിക്കും. കഴിഞ്ഞ ഒക്ടോബറിൽ തൊട്ടു മുൻപുള്ള മാസത്തെ അപേക്ഷിച്ച് വില കുറച്ചിരുന്നു. സൗദി അറേബ്യയിലെ ജിദ്ദയിൽ മലയാളിയെ കുത്തിക്കൊലപ്പെടുത്തിയ ഈജിപ്ഷ്യൻ പൗരന് മക്കയിൽ വധശിക്ഷ നടപ്പിലാക്കി. മലപ്പുറം കോട്ടക്കൽ സ്വദേശി കുഞ്ഞലവി നെമ്പിടത്തിനെ കൊലപ്പെടുത്തിയ അഹമ്മദ് ഫുആദ് അൽ സെയ്ദ് അൽ ഉവൈസിയാണ് വധശിക്ഷയ്ക്ക് വിധേയനായത്. 2021 ഓഗസ്റ്റ് 1 സംഭവം. ഒമാനിലെ പുതിയ വൈദ്യുതി നിരക്കുകൾ പ്രഖ്യാപിച്ചു. അതോറിറ്റി ഫോർ പബ്ലിക് സർവീസസ് റെഗുലേഷനാണ് 2025 ജനുവരി 1 മുതൽ പ്രാബല്യത്തിൽ വരുന്ന പുതുക്കിയ വൈദ്യുതി താരിഫുകൾ പ്രഖ്യാപിച്ചത്. വൈദ്യുതി കണക്ഷനും വിതരണത്തിനുമുള്ള താരിഫിലെ നിരവധി വ്യവസ്ഥകൾ ഭേദഗതി ചെയ്ത തീരുമാനമാണ് APSR ഡയറക്ടർ ബോർഡ് ചെയർമാൻ അറിയിച്ചത്. ഗാർഹിക വാണിജ്യാവശ്യങ്ങൾക്കുള്ള വൈദ്യുതി നിരക്കുകളിൽ മാറ്റമുണ്ട്. നിലവിലെ ഉപഭോക്താക്കളെയും പുതിയ കണക്ഷനുകൾ എടുക്കുന്നവരെയും ബാധിക്കുന്ന വിധത്തിലാണ് വൈദ്യുതി നിരക്കിലെ മാറ്റം. ഉപയോഗിക്കുന്ന യൂണിറ്റ് അനുസരിച്ച് നിരക്ക് മാറും. താമസ കെട്ടിടങ്ങൾ, വാണിജ്യ ആവശ്യത്തിനുള്ള സ്ഥാപനങ്ങൾ, കാർഷിക മത്സ്യബന്ധന മേഖലയിലെ വൈദ്യുതി കണക്ഷൻ എന്നിവയ്ക്കെല്ലാം നിരക്കിൽ മാറ്റമുണ്ടാകും. വൈദ്യുതി ഉൽപാദനത്തിലെ ചെലവ് കൂടി പരിഗണിച്ചാണ് നിരക്ക് പുതുക്കി നിശ്ചയിച്ചതെന്ന് പബ്ലിക് സർവീസസ് റെഗുലേഷൻ അതോറിറ്റി ഡയറക്ടർ ബോർഡ് ചെയർമാൻ സാലിം ബിൻ നാസർ ബിൻ സയ്യിദ് അൽ ഔഫി വ്യക്തമാക്കി. അതേസമയം ഏറ്റവും മികച്ച സേവനം ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പുതിയ താരിഫിൽ മീറ്ററിന്റെ വിലയോ സർവീസ് കേബിൾ കണക്ഷനുമായി ബന്ധപ്പെട്ട മറ്റ് ചെലവുകളോ ഉൾപ്പെടില്ലെന്നും അധികൃതർ വിശദീകരിച്ചു. 4000 കിലോ വാട്ട് വരെയുള്ള ഉപഭോഗത്തിന് 1 കിലോ വാട്ടിന് 14 പൈസയും 4001-നും 6000-നും ഇടയിലുള്ള ഉപഭോഗത്തിന് 1 കിലോ വാട്ടിന് 18 പൈസയുമാണ് നിരക്ക്. 6000-ന് മുകളിൽ 32 പൈസയുമാണ്. എന്നാൽ അഡീഷണൽ അക്കൗണ്ട് താരിഫിൽ മാറ്റമുണ്ട്. ഈ വിഭാഗത്തിൽ 4000 കിലോ വാട്ട് വരെയുള്ള ഉപഭോഗത്തിന് കിലോ വാട്ടിന് 22 പൈസയാണ്. ദോഹ മെട്രോയും ലുസൈൽ ട്രാമും ജനുവരി 1 മുതൽ സർവീസ് സമയം വർദ്ധിപ്പിച്ചതായി അധികൃതർ വ്യക്തമാക്കി. ദോഹ മെട്രോയുടെ പുതിയ സർവീസ് സമയം ശനി മുതൽ വ്യാഴം വരെ രാവിലെ 5 മുതൽ പുലർച്ചെ 1 വരെയും വെള്ളി രാവിലെ 9 മുതൽ പുലർച്ചെ 1 വരെയുമാണ്. ഇത് യാത്രക്കാർക്ക് കൂടുതൽ സൗകര്യപ്രദമാകുമെന്ന് അധികൃതർ അറിയിച്ചു. ലുസൈൽ ട്രാം ശനിയാഴ്ച മുതൽ വ്യാഴം വരെ പുലർച്ചെ 5 മുതൽ പുലർച്ചെ 1:30 വരെയും വെള്ളിയാഴ്ച ഉച്ചയ്ക്ക് 2 മുതൽ പുലർച്ചെ 1:30 വരെയും പ്രവർത്തിക്കും. ഇതനുസരിച്ച് മെട്രോ ലിങ്ക് ബസ്സുകളുടെ സമയക്രമത്തിലും മാറ്റമുണ്ടാകും. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.